നമസ്കാരം. നരേന്ദ്രമോദിയും BJPയും മൂന്നാം വട്ടം അധികാരത്തിലേറിയെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും മാൻഡേറ്റും കിട്ടാത്തത് BJPക്കും വ്യക്തിപരമായി മോദിക്കും വലിയ തിരിച്ചടിയും നിരാശയും സമ്മാനിക്കുന്നതിനിടെ ഇപ്പോൾ RSS കൂടി മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. RSS തലവൻ മോഹൻ ഭഗവത് ഇന്നലെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഫെയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം മോദിയെ പേരെടുത്തല്ല എങ്കിൽ കൂടിയും നമുക്ക് കേൾക്കുന്നവർക്ക് മോദിയെ തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വിമർശനമാണ് മോഹൻ ഭഗവത് നടത്തുന്നത്. ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല നടന്നതെന്ന് വെച്ചാൽ ചില വിഭാഗങ്ങളോട് വിദ്വേഷപരമായി പെരുമാറുന്നത് കണ്ടു. ആ രീതിയിലുള്ളൊരു വിദ്വേഷ പരാമർശമോ അത്തരത്തിലുള്ളൊരു നിലപാടോ ശരിയായിരുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഒപ്പം മണിപ്പൂർ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ, അതായത് രണ്ടാം മോദി സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. ഇപ്പോഴും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ കൃത്യമായ ഇടപെടലുകൾ വേണം എന്നൊക്കെയുള്ള നിലക്ക് നാളിതുവരെ കഴിഞ്ഞ 2 ടേം നരേന്ദ്രമോദി ഭരിച്ചിട്ടും മോഹൻ ഭഗവത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു വിമർശനം മോദിക്കെതിരെ ഉയരാത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ മോദിക്കെതിരെ മോഹൻ ഭഗവത് വിമർശനം നടത്തുന്നു. അപ്പോൾ ആ വിഷയം നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. നിഷാദ്, ഇങ്ങനെ എല്ലാം കൈവിട്ട അതായത് ഹിന്ദുത്വ അജണ്ടകളുമായി അത് മുഖ്യ പ്രചാരണ വിഷയമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മോദി, പക്ഷെ എല്ലാം കൈവിടുന്നു. ഇപ്പോൾ RSS കൂടി കൈവിടുന്നതിൻ്റെ ഒരു ഇന്നർ പൊളിറ്റിക്സ് എന്തായിരിക്കും? ഷെയ്ഫു, RSS പരോക്ഷമായി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലിയെയും BJP നേതൃത്വത്തെയും വിമർശിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലകുറി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ RSS പരോക്ഷമായി BJPയെ വിമർശിക്കുന്നുവെന്ന് വാർത്തകൾ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും RSSൻ്റെ നേതൃത്വം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഞങ്ങൾക്ക് BJPയോടോ മോദിയോടോ വിയോജിപ്പൊന്നുമില്ല എന്ന ക്ലാരിഫിക്കേഷനുമായി വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എന്ന് വെച്ചാൽ ഈ സമീപ ദിവസങ്ങളിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിക്കെതിരെ എന്ന് തോന്നുന്ന വിമർശനങ്ങളെല്ലാം ആ നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കപ്പെടണമെന്നും ആ നിലയ്ക്ക് തന്നെ പൊതുസമൂഹത്തിനും BJPയുടെ ലീഡർഷിപ്പിനും മനസ്സിലാകണമെന്ന് ഉദ്ദേശിച്ചാണ് അവർ പറയുന്നത്. കാരണം അവരൊരു തിരുത്തൽ എവിടെയും പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാത്തത് വലിയ വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ്. തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു സ്വതന്ത്ര സ്വഭാവത്തിലുള്ള പ്രോസസ്സ് ഉണ്ടായില്ല എന്നത് സങ്കടകരമാണ് എന്നൊക്കെ RSS പറയുന്നത് അതിലുള്ള വേദന കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ രാജ്യത്ത് ചില സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാവുന്നു എന്നൊന്നും RSSൻ്റെ ജെന്യുവിനായ വേദനയൊന്നുമല്ല. RSSൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ RSSൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മോദിയാണ്. മോദിയുടെ അഡ്മിനിസ്ട്രേഷൻ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനാണ് അവർ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ കാരണം RSSനെ ഒരു പരമാധികാര സംവിധാനമായി മോദി അഡ്മിനിസ്ട്രേഷൻ പരിഗണിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ അവരുടെ ഒരു പ്രൊവോക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുറച്ചുകൂടി ദുർബലനായ മോദി ഉണ്ടാക്കുന്ന ക്യാബിനറ്റിൽ RSSൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നൊക്കെ നമ്മൾ പൊതുവെ വിചാരിക്കപ്പെട്ടിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുക, അതിനകത്ത് ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള ആളുകൾ ഏത് നിലയ്ക്കാണ് പരിഗണിക്കപ്പെട്ടത്? കൃഷി വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ താല്പര്യങ്ങളെ ആകെ ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരിക്ക് നിലനിർത്താൻ പറ്റി. ബാക്കി എന്താണോ മോദിയുടെ ടീം തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെ നിർത്തിയാണ് അവർ പോകുന്നത്. RSSൻ്റെ ഒരു നിയന്ത്രണം, RSSൻ്റെ താല്പര്യം, RSS മുന്നോട്ട് വെച്ച പോർട്ട്ഫോളിയോസ് ഇന്ന ആൾക്ക് അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു ഘട്ടത്തിൽ പോലും RSSനെ വിശ്വാസത്തിലെടുക്കാനോ RSS പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നിർവഹിച്ചു കൊടുക്കാനോ മോദി തയ്യാറല്ല എന്ന ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദി ഭരിച്ചത് RSSുമായിട്ടുള്ള കൺസൾട്ടേഷനൊന്നും ഇല്ലാതെയാണ്. ശരിയാണ്, RSSും ആഗ്രഹിക്കുന്ന RSSൻ്റെയും പദ്ധതിയിലുള്ള ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന പോലുള്ള കാര്യങ്ങൾ മോദി നിർവഹിച്ചു. അത് മോദി നിർവഹിക്കുന്നത് എന്തിനാണ്? അവരുടെ ഭരണം നിലനിർത്താനും അതുവഴി ഉണ്ടാകുന്ന ഒരു ഡിവൈഡിൻ്റെ വോട്ടാനുകൂല്യം നേടിയെടുക്കാനുമാണ്. അല്ലാതെ RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള പൂർണ്ണമായ പ്രതിബദ്ധതയല്ല. വേറൊരു കാര്യമുള്ളത്, മോദിയും മോദിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും ചേർന്ന്, അതിപ്പോൾ രാഷ്ട്രീയത്തിലുള്ള അടുത്ത സുഹൃത്തുക്കൾ, കച്ചവട മേഖലയിലുള്ള അടുത്ത സുഹൃത്തുക്കൾ, അവരാണ് ഭരിക്കുന്നത്. അവർക്ക് ഈ രാഷ്ട്രത്തോടും ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും സാംസ്കാരിക പൈതൃകത്തോടും അല്ല അവരുടെ കമ്മിറ്റ്മെൻറ്റ്, കച്ചവടത്തോടാണ് എന്ന് RSSന് പ്രശ്നമുണ്ട്. ഒരു കാര്യമാണ്. 2, RSSുമായിട്ട് കൺസൾട്ടേഷൻ നടക്കുന്നില്ല എന്ന പ്രശ്നം RSSനുണ്ട്. അതിനെ മൂർധന്യയിലെത്തിയാണ് നമ്മൾ കാണുന്നത്. JP നദ്ദ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് RSSൻ്റെ ആവശ്യം, സഹായം ഞങ്ങൾക്കില്ല എന്ന് പറയാൻ കാര്യം. ആ RSSൻ്റെ സഹായം കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ അവർ ഇത്ര വലിയ പരാജയത്തിലേക്ക് പോകുന്നത് എന്നതുകൂടി കാണണം. അങ്ങനെ ഇപ്പം നമ്മൾ പണിയെടുത്തിട്ട്
നിങ്ങൾ ജയിക്കേണ്ടതില്ല, മോദി ശക്തനാവേണ്ടതില്ല എന്ന് RSS തീരുമാനിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് ഉത്തർപ്രദേശിൽ അവർ നേരിടുന്ന വലിയ തിരിച്ചടി. അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ അവർ നിരന്തരമായി സംസാരിച്ചു തുടങ്ങി. കാരണം എന്താണ്? അവരൊരു വിശാലമായ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നു. ആ ഐഡിയോളജിയെ കൊണ്ട് നടത്താൻ മോദിയെ ഏൽപ്പിച്ചാൽ മോദി ഒറ്റയ്ക്ക് അത് നടത്തും, മോദി ഒറ്റയ്ക്ക് അതിൻ്റെ ആളാവും, മോദി ഒറ്റയ്ക്ക് അതിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കും. അവസാനം നമ്മൾ പുറത്തിരിക്കേണ്ടി വരും എന്ന് അവർക്ക് മനസ്സിലാവുന്നതോടുകൂടി അവർ മോദിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. മോഹൻ ഭഗവത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. RSSനെ സംബന്ധിച്ച്, സംഘത്തെ സംബന്ധിച്ച് BJP എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ഞങ്ങൾക്ക് BJP മാത്രമല്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ടൂൾ. ഞങ്ങൾക്ക് ഏതിനേയും പൊളിറ്റിക്കൽ ടൂളാക്കാൻ കഴിയും. പുതിയ പുതിയ രാഷ്ട്രീയ ആയുധങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് BJP എന്ന് പറയുന്ന സംവിധാനം, നരേന്ദ്രമോദി CEO, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നരേന്ദ്രമോദി CEO ആയിട്ട് പ്രവർത്തിക്കുന്ന BJP എന്ന കോർപ്പറേറ്റ് കമ്പനി RSSന് ഡൈജസ്റ്റ് ആവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അവരതിനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പലതരത്തിലുള്ള മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇത്. ഇതിനകത്ത് ഒരു തിരുത്തും വരാൻ പോകുന്നില്ല. ഇത് വളരെ കൃത്യമാണ്. കാരണം എന്താണ്? ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഒരാൾ, അഹങ്കാരിയായ ഒരാൾ സ്വയം സേവകനാവില്ല. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിനീതമായി നിർവഹിക്കുന്ന ഒരാളാണ് സ്വയം സേവകൻ. മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാത്തവരാണ് സ്വയം സേവകൻ. ഏറ്റവും മാന്യമായ എന്താ പറയുന്നത്, പ്രവർത്തന സംസ്കാരം കീപ്പ് ചെയ്യുന്നതാണ് സ്വയം സേവകൻ എന്ന് പറയുന്നത്. വളരെ ഡയറക്റ്റായിട്ട് നരേന്ദ്രമോദി ഹിറ്റ് ചെയ്യാനായിട്ട് അവരെടുത്ത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ ഉള്ള വിശ്വാസം RSS നേതൃത്വത്തിൽ ഏതാണ്ട് നല്ല നിലയ്ക്ക് ഇല്ലാതായിട്ടുണ്ട് എന്ന് ഇതിൻ്റെ അവസാനത്തെ ഒരു സൂചനയായിട്ട് ഇതിനെ വളരെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ RSSന് മോദിയുടെ സംഘത്തെ എന്തെങ്കിലും ചെയ്തു കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RSS ശക്തമാണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ മോദി ഉണ്ടാക്കിയെടുത്തൊരു എക്കോസിസ്റ്റം ഉണ്ട്. അതും അതിൻ്റെ ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും ഏറ്റവും വലിയ 240 അംഗങ്ങളുള്ള വലിയ കക്ഷി അവരാണ്. ഈ ഭരണത്തിൻ്റെ തുടർച്ചയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്ക് ഏതൊക്കെ നിലയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നല്ല പ്ലാൻ ഉണ്ടാവും, ഏതൊക്കെ നിലയ്ക്ക് ഒറ്റയ്ക്ക് ശക്തിയാവാൻ കഴിയും എന്നൊരു വളരെ വൃത്തിയായിട്ടുള്ള പ്ലാൻ അവർക്കുണ്ടാവും. അവരതുമായിട്ട് ഈ ദുർബലമായിട്ട് അവർക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ആഭ്യന്തരമായിട്ടുള്ള ശത്രുക്കളുണ്ട്, പുറത്തും ശത്രുക്കളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ ഏത് വളഞ്ഞ വഴിയും RSSലെ BJPയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു ഓപ്പൺ ഫൈറ്റിലേക്കൊന്നും പോകാൻ RSSന് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലാതെയും ഈ സർക്കാരിനെ വീഴ്ത്താൻ പറ്റില്ല. കാരണം അടുത്ത വരാൻ പോകുന്ന RSSന് 100ാം വാർഷികമാണ്. ആ വാർഷികത്തിൽ രാജ്യത്തൊരു ഹിന്ദുത്വ ഭരണം ഉണ്ടാവുക എന്നുള്ള മോഹം അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ വീഴ്ത്തിക്കളയാമെന്നും അവർ വിചാരിക്കാനും സാധ്യതയില്ല. പക്ഷേ മോദിയോട്ടുള്ള അതൃപ്തി അത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ രണ്ട് ചേരികൾ രൂപപ്പെടുമ്പോൾ ഈ ഐഡിയോളജിയോട് കമ്മിറ്റ്മെൻറ്റുള്ള മനുഷ്യരെ എവിടെ കൂടുമെന്നതാണ് നമ്മൾ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന സംഗതി. അജിംസി, പ്രചാരണ കാലത്തും അതിനു മുമ്പും ഒക്കെ മോദി പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. ഒന്നൊന്നും തിരുത്താൻ മോഹൻ ഭാഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ വന്നതിൻ്റെ ഒരു ഉന്നം എന്തായിരിക്കും? അത് നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ കാരണം ലോകത്ത് ഉള്ളിൽ ചിന്തിക്കുന്നത് പുറത്ത് പറയാത്തൊരു സംഘടനയാണ് RSS. അവരെന്താണോ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്നത് അതല്ല ഒരിക്കലും അവർ പുറത്ത് പറയുക. ഇപ്പോൾ അവരുടെ ചിന്തൻ ബൈഠക്ക് ഉണ്ടാവും, നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള യോഗം ഉണ്ടാവും, നേതൃതലത്തിലുള്ള യോഗം ഉണ്ടാവും. അതിലവർ പലതരത്തിലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കും, അതിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. പുറത്തു വന്ന് സംസാരിക്കുന്നത് അതായിരിക്കണമെന്നില്ല. അവർ പുറത്ത് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതേ പറയും. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യത്ത് പശുക്കൊലകൾ നടന്നു, പശുക്കളുടെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊന്നു. ചൈന ഇന്ത്യയുടെ ടെറിട്ടറി ആക്രമിച്ചു. ഞാനത് ആ ഒരൊറ്റ പോയിന്റിലാണ് വന്നത്. ചൈന ഇന്ത്യയുടെ ടെറിട്ടറി ആക്രമിച്ച് നമ്മുടെ ഒരു സ്വാത്ത് ഓഫ് റീജിയൻ കീഴടക്കി. RSS എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? RSSൻ്റെ ഐഡിയോളജി അനുസരിച്ച് എന്താണ്? അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്ന, വിട്ടുതരില്ല ഒരു തരി മണ്ണും എന്ന മുദ്രാവാക്യം വിളിക്കുന്ന RSSന് ചൈന ഒരു തരി ഭാരതമണ്ണും എന്ന് പറയുന്ന RSSന് മോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈന ആക്രമിച്ച് ഇന്ത്യയുടെ ഭാഗങ്ങൾ കീഴടക്കിയും 20 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ചു. RSSൻ്റെ രക്തം തെളിച്ചോ? RSS ഒരു വരി പ്രസ്താവന ഇറക്കിയോ? RSS എന്തെങ്കിലും പറഞ്ഞോ? ആ പിടിച്ചെടുത്ത മണ്ണ് തിരിച്ചു പിടിക്കണമെന്നോ 20 വീരമൃത്യു വരിച്ച നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെന്നോ ഒരു വാക്കും വേണ്ടിയോ? ഇല്ല. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായി. പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. RSSൻ്റെ രക്തം തിളച്ചോ? RSS ഒരു വരി പ്രസ്താവന ഇറക്കിയോ? മോദി ഇത് പാടില്ല, ഇത് സുരക്ഷാ വീഴ്ചയാണ്, ഇതിന് പ്രതികാരം ചെയ്യണം, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയൊന്നും പറയാത്ത RSS അതിൻ്റെ അകത്ത് വേറെ എന്തോ ചർച്ച ചെയ്യാൻ പുറത്ത് പറയുന്നത് മറ്റൊന്നാണ്. അവർക്ക് എന്താണോ തോന്നുന്നത്, അവർക്ക് എന്താണോ പറയണം എന്നവരാഗ്രഹിക്കുന്നത് അത് പറയും. അവരെന്താണോ പറയണം എന്ന് ആഗ്രഹിക്കുന്നത് അത് പ്രസംഗിക്കും. അവർക്ക് ഞാൻ മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭരണഘടനയോ അംഗത്വ രജിസ്റ്ററോ ഇല്ലാത്തൊരു സംഘടനയാണ്. അംഗത്വ രജിസ്റ്ററിൽ അത് പോട്ടെ, ഈ ഭരണഘടനയുണ്ടെങ്കിലേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ
ഗാന്ധി വധത്തിന് ശേഷം അവരുടെ നിരോധനം നീക്കിയത്. അവർക്ക് അതിനൊരു ഭരണഘടനയുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൈഫുദ്ദീൻ കണ്ടിട്ടുണ്ടോ? നിഷാദ് കണ്ടിട്ടുണ്ടോ? അതെവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമോ? എന്നാൽ അങ്ങനെയുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഭരണഘടനയുണ്ട്. പക്ഷെ അത് അവർ പ്രചരിപ്പിക്കില്ല. അത് അന്ന് നിരോധനം നീക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അപ്പോൾ കാരണം അത്ര ദുരൂഹമായൊരു സംഘടനയാണ് RSS. ആ RSSൻ്റെ മേധാവി മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നാഗ്പൂരിൽ RSSൻ്റെ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുകയാണ്, മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കണം. മണിപ്പൂരിൽ സമാധാനം ഇല്ലാതായിട്ട് വർഷമായി, 1 വർഷം കഴിഞ്ഞു. അപ്പോഴൊന്നും പറയാത്ത RSS ഇപ്പോഴെന്തിനാണത് പറയുന്നത്? അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത വിചാരധാരകളുണ്ട്. ആ വിചാരധാരകളെല്ലാം എന്താണ്, ഇന്ത്യൻ തത്വചിന്തയുടെ, ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് നമ്മൾ കേൾക്കണം, ക്രൈസ്തവത എന്താണ് പറയുന്നതെന്ന് കേൾക്കണം എന്നൊക്കെ RSSൻ്റെ ചീഫ് പ്രസംഗിക്കുകയാണ്. അത് അവരുടെ യഥാർത്ഥ ചിന്തയാണെന്ന് സൈഫു കരുതുന്നുണ്ടോ? ഇല്ല. എന്നു മാത്രമല്ല, പ്രതിപക്ഷം എന്നാൽ ശത്രുക്കളല്ല എന്ന് RSS ചീഫ് പറയുകയാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ 2 ശക്തികളാണ്, പരസ്പരം മത്സരിക്കുന്ന 2 ശക്തികളാണ്. അതിൽ ഒരാൾ മറ്റൊരാളുടെ ശത്രുവല്ല. കുറേ കൂടി മാന്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണമെന്ന് മോദി ഉപദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് RSS പറയാതെ? കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു പ്രഖ്യാപനം തന്നെ, അതിനൊന്നും രക്ഷണം വേണ്ടിയിട്ടില്ല. യെസ്. അപ്പോൾ ഈ പറയുന്നതൊന്നും RSS മേധാവി പറയുന്നതൊന്നും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് നമ്മൾ RSSനെയോ BJPയോ വിലയിരുത്തരുത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി ഒരു സ്വയം സേവകനാണ്. അതായത് RSSൻ്റെ വോളണ്ടിയറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്, പ്രചാരകനായിട്ട്. അപ്പോൾ RSSൻ്റെ പ്രചാരകനാവുക എന്ന് പറഞ്ഞാൽ RSS മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ഐഡിയോളജിക്ക് പൂർണ്ണമായും സമർപ്പിക്കുക എന്നുകൂടിയാണ് അർത്ഥം. ആ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രചാരകർ വിവാഹം കഴിക്കാറില്ല, അറിയാമല്ലോ. കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കില്ല. അവർ മുഴുവൻ ജീവിതവും RSSൻ്റെ പ്രചാരണത്തിന് വേണ്ടി, RSSൻ്റെ ഐഡിയോളജിയുടെ പ്രചാരണത്തിന് വേണ്ടി നീക്കി വയ്ക്കുകയാണ്. അങ്ങനെ നീക്കി വയ്ക്കുന്നവർ വളരെ ലളിത ജീവിതം നയിക്കുകയും ആഡംബരങ്ങൾ ജീവിതത്തിൽ പുലർത്താതിരിക്കുകയും ഐഹിക ജീവിതത്തോട് വിരക്തി പുലർത്തുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയാവുന്നത്, അതിപ്പോൾ വാജ്പേയിയും അങ്ങനെയായിരുന്നു. വാജ്പേയിയും RSSൻ്റെ പ്രചാരകനായിരുന്നു, നരേന്ദ്രമോദിയും പ്രചാരകനാണ്. പക്ഷേ വാജ്പേയിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ എവിഡൻ്റായി നരേന്ദ്രമോദിയുടെ ലൈഫ് സ്റ്റൈലിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു RSS പ്രചാരകൻ്റെ ജീവിതമല്ല നയിക്കുന്നത്. അദ്ദേഹം 12 ലക്ഷത്തിൻ്റെ കോട്ട് ധരിക്കുന്നു, ഒരു ദിവസം തന്നെ 6 or 7 കോട്ടുകൾ മാറുന്നു. അദ്ദേഹം 80,000 കോടിയുടെ ഫ്ലൈറ്റിൽ പറക്കുന്നു, അതിസമ്പന്നരോടൊപ്പം സൗഹൃദം പുലർത്തുന്നു, വില കൂടിയ കൂൺ കഴിക്കുന്നു എന്ന് റൂമേഴ്സ് കേൾക്കുന്നു. അതായത് കിലോയ്ക്ക് 30,000 രൂപ വിലയുള്ള കൂണാണ് അദ്ദേഹം കഴിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം വെട്ടിത്തിളങ്ങുന്നതെന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല അദ്ദേഹം ആ കൂൺ കഴിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അത്യാഡംബരപൂർവ്വമായ ജീവിതം നയിക്കുന്ന ഒരു വിശ്വഗുരു, അതൊരു RSS പ്രവർത്തകൻ ചേർന്നതല്ലെന്ന് RSS തോന്നുന്നുണ്ടാവാം. ഞാനിപ്പോഴും വിചാരിക്കുന്നത് RSSും മോദിയും അമിത്ഷായും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ RSSനെ സംബന്ധിച്ച് അവരുടെ 100 വർഷത്തെ പ്രവർത്തനം, 100 വർഷം ആകുമ്പോഴാണ് അടുത്ത വർഷം, അവരുടെ പ്രവർത്തനത്തിൽ ഗണ്യമായ മുന്നേറ്റം, ഒരു സംഘടന എന്ന നിലയിൽ ഗണ്യമായ മുന്നേറ്റം ഉണ്ടായ ഒരു 10 വർഷമാണ് കടന്നുപോയത്. കാരണം അവർ 100 വർഷം മുമ്പേ തൊട്ട് പറയുന്ന പല കാര്യങ്ങളും നടത്തിക്കൊടുത്ത ഒരാളാണ് മോദി. അത് നടത്തിക്കൊടുത്തതിനാണ് ആ കൃത്യമായ മാൻഡേറ്റ്, ഒറ്റകക്ഷി ഭൂരിപക്ഷമുള്ള ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടാണ് രാമക്ഷേത്രം പണിയുക, അതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യുക. ഇതൊക്കെ RSS എത്രയോ വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു ഹിമാലയൻ ടാസ്ക്കാണ്. കാരണം വാജ്പേയിയുടെ കാലത്തോ അന്നത്തെ NDAയുടെ കാലത്തോ നടക്കുന്നൊരു കാര്യമല്ല. അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടാണ് നടപ്പാക്കിയത്. അത് നടപ്പാക്കിയ രീതി, അത് ബൈ ഫോഴ്സ് ഉപയോഗിച്ചാണെങ്കിലും രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പാർലമെൻറ്റിനെ ഫ്രീസ് ചെയ്തിട്ടാണെങ്കിലും അത്തരം കാര്യങ്ങൾ നടപ്പാക്കിയ രീതി അത് RSSന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴത്തെ ഈ വിമർശനത്തിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സേഫ്റ്റി വാൽവാണെന്നാണ്. സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അക്ഷതം വിതരണം ചെയ്യാൻ വേണ്ടി RSS പ്രവർത്തകർ ഒരു വീട് കയറുന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് രാമക്ഷേത്രത്തിൻ്റെ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു RSSൻ്റെ. അത് RSS പ്രവർത്തകർ ഇറങ്ങിയത്, BJPക്കാരല്ല. RSS ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ രാജ്യമൊട്ടാകെ ഇറങ്ങി, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അവർ വീടാന്തരം അക്ഷതം എത്തിക്കാൻ വേണ്ടി ഇറങ്ങി. ഇറങ്ങിയപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 4 മാസം മുമ്പാണെന്ന് വിചാരിക്കണം, 3 മാസം മുമ്പ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു ഡോർ ടു ഡോർ ക്യാമ്പയിനാണ്. ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനിൽ RSSന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, RSSന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് സ്ഥിതി അത്ര പന്തിയല്ല എന്നാണ്. അതായത് രാമക്ഷേത്രം പണിതുകൊണ്ട് ഒരു 3ാം മോദി സർക്കാരിന് ആൾ വോട്ട് ചെയ്യില്ല, മോദി എന്ന ബ്രാൻഡ് പഴയതുപോലെ വിറ്റുപോയില്ല, പഴയ അത്ര ശക്തിയോടെ വിറ്റുപോയില്ല എന്ന് RSSന് മനസ്സിലായി. RSSന് മനസ്സിലായപ്പോൾ അവർ സൈലൻ്റായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? RSS പ്രവർത്തകർ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം JP നഡ്ഡയോട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രതിനിധി ചോദിക്കുന്നു.
അപ്പോൾ ജെ പി നഡ്ഡ എന്ന് പറയുന്നു ഇനി മുമ്പൊക്കെ നമുക്ക് RSS പ്രവർത്തകരെ ഗ്രൗണ്ട് ലെവലിൽ ആവശ്യമായിരുന്നു. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. BJPക്ക് കാര്യകർത്താവുണ്ട്, അവർക്ക് പന്ന പ്രമുഖുണ്ട്, ഓരോ ബൂത്ത് വൈസ് പ്രവർത്തിക്കാൻ ആവശ്യമായ ആളുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. RSS ഇറങ്ങിയില്ലെങ്കിൽ പോലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന വരുന്നു. ഇന്ന് അതിന് മറുപടി മറ്റൊരിടത്ത് വരുന്നുണ്ട്. ഓർഗനൈസറുടെ ഈ ലക്കത്തിലെ ഒരു ലേഖനമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് ലേഖനത്തിൽ പറയുന്നത് അല്ലെങ്കിലും RSS, അതിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിലും RSS എന്ന് പറയുന്നത് BJPയുടെ ഫുഡ് സോൾജിയേഴ്സ് അല്ല, അവർക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പണിയെടുക്കലല്ല ഞങ്ങളുടെ പണി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സെൽഫി ഇട്ടും സോഷ്യൽ മീഡിയ ബബിളിനുള്ളിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന BJP പ്രവർത്തകർ എന്തുകൊണ്ട് RSSന് സഹായം ചോദിച്ച് അങ്ങോട്ട് ചെന്നില്ല എന്ന് അവർ ചിന്തിക്കണം എന്നാണ് ആ ലേഖനം പറയുന്നത്. അതിനർത്ഥം എന്താണ്? അതായത് ഈ ഗ്രൗണ്ട് ലെവലിൽ നടന്നിട്ടുള്ള റിസെൻമെൻറ്റ്, അതായത് രാമക്ഷേത്രം പണിത് കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടും BJPക്കോ മോദിക്കോ കാര്യമായ പിന്തുണ രാജ്യത്ത് എവിടെയും ഇല്ല എന്നും ആദ്യം മനസ്സിലാക്കുന്ന RSS ആണ്. അതുപോലും മനസ്സിലാക്കാതെ പ്രതിപക്ഷത്തെ ആക്രമിച്ചും, അതായത് വളരെ എന്താണ് പറയുക ധാർഷ്ട്യത്തോടെയും മോദി എന്ന ഒറ്റ ബ്രാൻഡിലേക്ക്, ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. മോദിയുടെ പ്രഭാവം കൊണ്ട് എല്ലായിടത്തും മോദിയാണ് ഈ 540 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതെന്ന പ്രതീതിയാണ് BJP സൃഷ്ടിച്ചത്. അത് ഇനി വില പോവില്ല എന്നാണ് ആ ലേഖനം പറയാതെ പറയുന്നത്. അതായത് ഗ്രൗണ്ട് ലെവലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ BJPയുടെ സ്ഥാനാർത്ഥികളും നേതാക്കളും ഒരു സോഷ്യൽ മീഡിയ ബബിളിനുള്ളിൽ നിന്നുകൊണ്ട് അവരതിൽ സന്തുഷ്ടരാണെന്നാണ് അതിൽ വ്യംഗ്യമായി കുത്തുന്നത്. ആ സോഷ്യൽ മീഡിയ ബബിളിനകത്തിരുന്നിട്ട് മോദി തന്നെയാണല്ലോ എല്ലായിടത്തും മത്സരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ജയിക്കുമല്ലോ എന്ന വിചാരത്തോടെ മത്സരിച്ചതുകൊണ്ടാണ് തോൽവി എന്നാണ് ഓർഗനൈസറിലെ ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനർത്ഥം RSS മോദിയുമായി പിണങ്ങിയെന്നോ RSS BJPയുമായി എന്തെങ്കിലും അകൽച്ചയുണ്ടെന്നൊന്നും അല്ല. ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കൂ എന്ന് BJPക്കാർ ഉപദേശിക്കുകയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങൾ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്വയം പര്യാപ്തരല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവില്ല, അതിന് RSSൻ്റെ സഹായം വേണം. നിങ്ങൾക്ക് അങ്ങനെ എന്തുകൊണ്ടെങ്കിലും ഞങ്ങൾ ചോദിക്കൂ. സോഷ്യൽ മീഡിയയിലല്ല രാഷ്ട്രീയം മാറുന്നത്, ഗ്രൗണ്ട് ലെവലിലാണെന്ന് BJP ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ജ്യേഷ്ഠൻ്റെ ശാസനാസ്വരത്തിലുള്ള സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ മോദിയും RSSും തമ്മിൽ വലിയ പിണക്കമാണെന്നോ അവർ തമ്മിൽ നാളെ തെറ്റുമെന്നോ മോദിയെ വലിച്ച് താഴെ ഇറക്കുമെന്നോ വേറെ ആളെ പ്രധാനമന്ത്രിയാക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിലെങ്കിലും അത് കാണുമായിരുന്നു. രാജ്നാഥ് സിംഗ് കുറേ കൂടി പവർഫുൾ പൊസിഷനിൽ, അതായത് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. 2014-ലെയും 2019-ലെയും റെപ്ലിക്കയാണ് ഇത്തവണത്തെ മിനിസ്ട്രി. അതിൽ ഘടകകക്ഷികൾക്ക് പോലും വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല. അതിനർത്ഥം ഈ കഴിഞ്ഞുപോയ 2 BJP സർക്കാരുടെ അജണ്ട അതേ രീതിയിൽ തന്നെ നടപ്പാക്കാൻ തന്നെയായിരിക്കും മോഡി 3.0യുടെയും ശ്രമം. എന്തായാലും മോഹൻ ഭാഗവത്തിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ BJPയിൽ കാര്യമായ തിരുത്തലുകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ടതില്ല. എന്താണ് അദ്ദേഹം ആ വാക്കുകൾക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നറിയാൻ ഒരു പക്ഷേ ഇനിയും സമയമെടുക്കും എന്നാണ് കരുതുന്നത്.